ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരാഴ്ച മുന്നേ അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ തേജസ് മോനെ കൊണ്ട് അഡ്മിറ്റായിരുന്നു. തേജസ് മോന് പനിയായിട്ട്. അപ്പോൾ അന്നത്തെ കാഴ്ചകളിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് നമുക്കവിടെ നിന്നും രാത്രിയിൽ കിട്ടിയ ബിരിയാണിയാണ്. ആരോ താഴെ കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കൂടെ കിടന്ന ഒരമ്മ താഴെ നിന്നപ്പോൾ കണ്ടു. പിന്നെ നമ്മളെ വാടി വന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരും ബിരിയാണി മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് തന്നവർക്ക് ഞങ്ങൾ പ്രത്യേകം താങ്ക്സ്. ഇത് കിരിയൻ രാവിലെ വന്നതാണ്. രാവിലെ വന്നപ്പോൾ തേജസ് മോന് വീട്ടിലെ പോലെ തന്നെ വാർഡിൽ കിടക്കാൻ വയ്യ. അവർ പിന്നെ താഴെ പാർക്കിൽ പോയപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലിൽ തേജസ് മോനെ ഇരുത്തി ഞങ്ങൾ കുറച്ച് നേരം ആട്ടി. പക്ഷേ കുഞ്ഞിന് ഇരിക്കാൻ അത്ര കംഫർട്ടല്ലാത്തത് കൊണ്ട് അയാൾ കരഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ ഊഞ്ഞാലിലിരുത്തി ആട്ടിയിട്ട് പിന്നെ അയാളെ ഇങ്ങെടുത്തു. ഇച്ചിരി നേരം ഇരുന്നപ്പോൾ തന്നെ തേജസ് മോന് അതത്ര രസമായിട്ട് തോന്നിയില്ല. അയാൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ തല നിറയെയും താരനാണ്. എൻ്റെയും ഗിരിയൻ്റെയും തലയിൽ താരനുണ്ട്. ആ താരനാണ് തേജസ് മോൻ്റെയും തലയിൽ. ഇന്നിനി സ്കിന്നിൻ്റെ ഡോക്ടറെയും കൂടി കാണാൻ പോകണം. അപ്പോൾ തേജസ് മോനെ ഇങ്ങെടുത്തു. അയാൾക്ക് മതിയായി. ഊഞ്ഞാലിലിരുന്ന് ആടി മതിയായി. ഇതാണ് ഇവിടുത്തെ കിണർ. ഞാനിവിടെ വരുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഇത്രയും ഭാഗത്തേക്ക് ഇവിടെ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് എന്നാണ് അത് കാണാൻ സാധിച്ചത്. അപ്പോൾ അപ്പയും മോനും കൂടെ പാർക്കിലൊക്കെ വന്നിട്ട് ഇനി മേളിൽ റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ മേളിൽ വന്ന് അതാണ്ട് നമ്മുടെ ജുവാൻ്റെ കലാസൃഷ്ടിയാണിത്. ജുവാൻ തൻ്റെ ചേച്ചിയെ വരച്ചതാണ്. എന്നെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്, നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് നഴ്സിംഗ് പഠിക്കാൻ വന്ന കുട്ടികളാണ്. ഇത് ജുവാനും തേജസ് മോനും കൂടെ കാർ ഉരുട്ടി കളിക്കുകയാണ്. ജുവാൻ്റെ കാറാണ്. ജുവാൻ്റെ കയ്യിൽ കുറേ കാറുണ്ട്. അപ്പോൾ തേജസ് മോന് കൂടെ ഇറങ്ങി കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തേജസ് മോൻ്റെ അടുത്ത് വന്നിരുന്ന് എല്ലാ കുട്ടികളും കളിക്കും. അപ്പോൾ അയാൾ വണ്ടി ഉരുട്ടി കൊടുക്കുകയാണ്. തേജസ് മോന് കുറേ നേരം കളിച്ചു. അമ്മ തേജസ് മോന് വേണ്ടി വണ്ടി ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. അവർ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് സന്തോഷിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ജവാൻ്റെ ചേച്ചി വന്നു. ജവാൻ്റെ ചേച്ചിയാണ് അവിടെ അഡ്മിറ്റായി കിടക്കുന്നത്. ജവാൻ കൂടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജവാൻ്റെ ചേച്ചി വന്നു. തേജസ് മോനെ കളിപ്പിക്കാൻ തുടങ്ങി. 3 പേരും കൂടിയായി പിന്നെ വണ്ടി ഉരുട്ടി കളി തുടങ്ങി. അപ്പോഴാണ് അച്ഛൻ താഴെ റോഡിൽ പോയിട്ട് വന്നത്. അച്ഛനൊരു ബാഗ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അടൂർ അവിടെ ആശുപത്രിയുടെ ഫ്രണ്ടിലെല്ലാം 100 രൂപയ്ക്കെന്നും പറഞ്ഞ് വിൽക്കുന്ന ബാഗാണ്. അപ്പോൾ അച്ഛനും അതിൽ നിന്ന് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. നമുക്ക് ചോറൊക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ വീണ്ടും ജുവാനും ചേച്ചിയും വന്ന് തേജസ് മോനെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മറ്റ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടിയൊക്കെ കാര്യം പറഞ്ഞിരിക്കും. പിന്നെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഉള്ള മറ്റ് ആൾക്കാരുമുണ്ട്. അമ്മയ്ക്കൊക്കെ നേരത്തെ അറിയാവുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ടാണ് നമ്മളിവിടെ കഴിഞ്ഞത്. അപ്പോൾ തേജസ് മോന് മാത്രം വിഷമമായിരുന്നു. കാരണം ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, എപ്പോഴും ഇഞ്ചക്ഷൻ ഉണ്ടായിട്ട് തേജസ് മോന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിക്കുന്നത് വാർഡിലിരുന്ന് കുടിക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അമ്മ ആദ്യമേ വന്ന് ചായ കുടിച്ചു. ഞങ്ങൾ 2 പേരും കൂടി ചായ കുടിക്കാൻ പറ്റത്തില്ല. കാരണം തേജസ് മോൻ അന്നേരം ചായക്ക് കുടിക്കും. അതുകൊണ്ട് തേജസ് മോൻ കൊണ്ടുപോയി ഒഴിച്ച് വെച്ച് അമ്മ അവിടെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങുകയാണ്. തേജസ് മോന് പാൽ കൊടുത്താൽ അത്ര താല്പര്യമില്ല. അയാൾക്ക് ചായ ആയിട്ട് തന്നെ വേണം. അതുകൊണ്ട് ഞങ്ങൾ പാലും ചായയും പ്രത്യേകം മേടിച്ചിട്ട് ഇച്ചിരി ചായ പാലിനകത്തോട്ട് ഒഴിച്ച് അത് ചായയുടെ രൂപത്തിലാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ചായക്ക് അയാൾ കിടന്ന് പിടിക്കും. അയാളുടെ പാല് കുടിക്കത്തുമില്ല. അപ്പോൾ തേജസ് മോൻ കുറച്ച് ചായയൊക്കെ കുടിച്ച് ഇനി എന്തോ ബഹളം എന്തോ ഒരു ഇതുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇനി എൻ്റെ ചായ അവിടെ ഒഴിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആ ചായക്കായിരിക്കും പിടിക്കുന്നത്. തന്നെ അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തോ പറയുന്നുണ്ട്. എന്താണ് എൻ്റെ ചായക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അമ്മ ചായ ഒഴിച്ച് എനിക്ക് തന്നു. പക്ഷേ ഞാൻ അമ്മ കുഞ്ഞിനെ അങ്ങ് എടുക്കാൻ തുടങ്ങി. പക്ഷേ അമ്മയുടെ കയ്യിലോട്ട് പോകുന്നില്ല. എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി. അന്നേരം അയാൾക്ക് എൻ്റെ ചായ വേണം. അത് ചൂടാണ്, ചൂട് ചായ. അത് ചൂടാന്ന്. ഇത് കുടിക്കരുത്. അത് തന്നെ ഇത്. അതാ ഇത് നന്നായി. ഇത് ഇച്ചിരി ഒഴിക്കാം.
ഒഴിച്ച് എന്നാ ബാ പോയി പിന്നെ തേജസ്മോനെ അമ്മേനെ എടുത്ത് എന്തായാലും പോകുന്നില്ല എന്ന് നിർബന്ധം പിടിച്ചെങ്കിൽ പിന്നെ അങ്ങ് അമ്മയുടെ കയ്യിൽ പോയി ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വാർഡിൽ വന്ന് ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. എന്നത്തെയും പോലെ തന്നെ തേജസ്മോനും ചേച്ചിയും കൂടി കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേറെ 2 കുട്ടികളും കൂടി വന്നിട്ടുണ്ട്. അർണവും പിന്നെ പാർവണയും 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അവരുമായിട്ടും തേജസ്മോൻ കൂട്ടായിട്ടുണ്ട്. തേജസ്മോൻ നാളെ ചേച്ചിയുടെ മടിയിൽ കയറിയിരിക്കുന്നു. ഇയാളെ എടുത്തുകൊണ്ട് നടക്കണം എല്ലാവരും. ചേച്ചിമാരെല്ലാം ഇയാളെ എടുത്തുകൊണ്ട് നടക്കണം. പക്ഷെ അവരുടെയൊക്കെ കയ്യിൽ സൂചി വെച്ചേക്കുന്നതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവരുടെ മടിയിലിരുത്തി കൊടുക്കും. കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞിന് സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്. എല്ലാവരും കൂടെ രസമായിരുന്നു. ആശുപത്രിയാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കൂട്ടുകൂടാനും കളിക്കാനും ആളുണ്ടല്ലോ. തേജസ്മോനങ്ങ് ചാഞ്ഞ് കിടക്കുക, അങ്ങ് ചേച്ചിയുടെ മടിയിലങ്ങ് ചാഞ്ഞ് കിടന്ന് ഭയങ്കര അയാൾ ആസ്വദിക്കുക ആശുപത്രി ജീവിതം. കുത്തുകൊണ്ടാലെന്താ, കാരണം 2 പേരുടെയും കയ്യിൽ സൂചിയുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല. അവരുടെ തടസ്സമല്ല. അവർ കളിക്കുന്നുണ്ട്. തേജസ്മോനെന്തോ ദേഷ്യം വന്നു. ഇനി അടുത്ത ആടെടുത്ത് വന്നു. ഇനി അർണവിൻ്റെ അടുത്ത് വന്നു. അർണവ് കളിപ്പിക്കുകയായിരുന്നു. അയാൾ കൊട്ടുകാരൻ. അയാൾ ഇനി കൊട്ടി തേജസ്മോനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് നോക്കുക. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ തേജസ്മോനെ സന്തോഷിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. കാരണം അവരുടെ കൂടെ കുഞ്ഞിന് ചെന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവർ വന്നിരുന്ന് അവൻ്റെ അടുത്ത് വന്നിരുന്ന് അവനെ അവർക്കറിയാവുന്നതുപോലെയൊക്കെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. തേജസ്മോനും അവരുടെ കൂടെ കൂടുന്നുണ്ട്. എല്ലാവരുമായിട്ടും കൂടുന്നുണ്ട്. ആരുമായിട്ടും വഴക്കോ അല്ലെങ്കിൽ ആരും വന്നിരിക്കുന്നതിനൊക്കെ പ്രശ്നമില്ല. അർണവ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ദാണ്ട കാർട്ടൂൺ കാണാൻ തുടങ്ങി. ഇവിടെ രാത്രിയിലൊക്കെ ഇതാണ് കുട്ടികളെല്ലാവരും വന്നിരുന്ന് ഈ കാർട്ടൂൺ കാണുന്നുണ്ട്. ഏതാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കാത്തുമല്ല. അപ്പോൾ കളിയൊക്കെ കണ്ട് അവിടെ ഒരാളിരിപ്പുണ്ട്. എല്ലാവരും കാർട്ടൂണിനകത്തോട്ടാണ് ശ്രദ്ധ. ഞങ്ങൾ പോവാ. ഒരു ടാറ്റ പറഞ്ഞു. അർണവും പാർവണയും കൂടി മൊബൈലിനകത്തായി. ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. എല്ലാവരോടും ടാറ്റ പറഞ്ഞു. ഒരു ഉമ്മ കൊടുക്ക്. ഓക്കെ, അപ്പൊ ശരി, കാണായി.